നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെതിരെ കൂടുതൽ പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന പേരിലാണ് ഇവർ പണം തട്ടിയതെന്നാണ് വിവരം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 3 പേരുടെ മൊഴി രേഖപ്പെടുത്തി. ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരി എന്നാണ് ശ്രീധുവും അമ്മയും നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. തനിക്ക് 2 ലക്ഷം രൂപ ശമ്പളമുണ്ടെന്നും താൻ വിചാരിച്ചാൽ അവിടെ ജോലി ലഭിക്കുമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. പ്രദേശത്തെ സ്കൂളിലെ PT അംഗങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കെണിയിൽപ്പെട്ടതായാണ് പോലീസ് നൽകുന്ന വിവരം. ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പണമെല്ലാം വീട് വെച്ച് നൽകാനായി ജോത്സ്യൻ ദേവിദാസിന് കൈമാറിയെന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീധുവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും. കഴിഞ്ഞ 2 ദിവസമായി ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വെള്ളിയാഴ്ച റൂറൽ SP നേതൃത്വത്തിൽ ശ്രീധുവിനെ താമസിപ്പിച്ചിട്ടുള്ള ബാലരാമപുരത്തെ മഹിളാ മന്ദിരത്തിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ഇന്നലെ രാത്രി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചും ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൊലയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. ഇതടക്കം പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീധുവിനോട് ചോദിച്ചറിയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ശ്രീധുവിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം. കേസിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ മാത്രമാണ് കൊലപാതകത്തിൽ പ്രതിചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് മാനസിക സ്ഥിരതയില്ലെന്ന് SP K സുദർശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കഴിഞ്ഞ മാസം 27-നായിരുന്നു ബാലരാമപുരത്ത് അരുംകൊല നടന്നത്. ബാലരാമപുരം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ 8:15ഓടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തത്. ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയതെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കാൻ ജോത്സ്യൻ ദേവിദാസിനെ കഴിഞ്ഞ ദിവസം വീണ്ടും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ തന്റെ പക്കൽ നിന്ന് 36 ലക്ഷം രൂപ വാങ്ങിയാലും മടക്കി നൽകില്ലെന്നാണ് ശ്രീധു പോലീസിനോട് ആവർത്തിച്ചു പറയുന്നത്. പണം വാങ്ങിയിട്ടില്ലെന്നാണ് ദേവിദാസിന്റെ വാദം. സാമ്പത്തിക ഇടപാട്, അന്ധവിശ്വാസം തുടങ്ങിയ കാരണങ്ങൾ കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് പോലീസ് പറയുന്നത്. കോവിഡിന് മുൻപാണ് ഹരികുമാർ തനിക്കൊപ്പം ജോലി ചെയ്തിരുന്നതെന്നും ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് നന്നാക്കാനായി തന്റെ അടുക്കലേക്ക് വിടുകയായിരുന്നുവെന്നുമാണ് ദേവിദാസിന്റെ മൊഴി. ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് അമ്മയും സഹോദരിയുമാണ്. ഹരികുമാറിന് നോട്ട് എണ്ണാൻ പോലും അറിയില്ലായിരുന്നുവെന്നും അവസാനമായി നേരിൽ കാണുമ്പോൾ ഹരികുമാറിന്റെ സ്വഭാവം മാറിയിരുന്നതായി ദേവിദാസൻ പറയുന്നു. ശ്രീധുവിനെതിരെ ദേവിദാസ് നൽകിയ മൊഴിയിൽ 6-7 മാസങ്ങൾക്ക് മുമ്പ് അവസാനമായി കാണുമ്പോൾ ഒപ്പം ഒരു പുരുഷനുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇയാൾ 2ാം ഭർത്താവാണെന്ന് പറഞ്ഞ് ശ്രീധു പരിചയപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇല്ലെന്നും മറുപടി നൽകി. തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീധു വന്നതെന്നും കുടുംബവുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ദേവിദാസൻ മൊഴി നൽകുന്നു. ദേവിദാസിന്റെയും ശ്രീധുവിന്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ വിവരങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.